വെറ്ററൻസ് അഫയേഴ്സ് മെഡിക്കൽ സെന്റർ. അമേരിക്കയിലെ നോർത്താംപ്ടൺ മാസാച്യൂസെറ്റ്സ് റീജിയനിലുള്ള ഒരു ഹോസ്പിറ്റലാണ് VAMC എന്നറിയപ്പെടുന്ന വെറ്ററൻസ് അഫയേഴ്സ് മെഡിക്കൽ സെന്റർ. അമേരിക്കയിലെ മിലിറ്ററി പേഴ്സൺസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടി മാത്രമുള്ളതായിരുന്നു ആ ഹോസ്പിറ്റൽ. എന്നാൽ 1989-കളിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരു ഹോസ്പിറ്റൽ, അതും യാതൊരു അസുഖവുമില്ലാതെ ചെറിയ പനിയോ തലവേദനയോ ആയി ഹോസ്പിറ്റലിൽ എത്തുന്നവർ ഉൾപ്പെടെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ തുടങ്ങി. 350ഓളം പേർ ഇത്തരത്തിൽ മരിച്ചു എന്ന് പതുക്കെ പുറത്തറിയാൻ തുടങ്ങിയതോടെ ഈ കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽ വന്നു. പോലീസിന്റെ മെഡിക്കൽ ടീം നടത്തിയ പരിശോധനയിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി. മരണപ്പെട്ട എല്ലാവരുടെയും ശരീരത്തിൽ എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ അഡ്രിനാലിൻ അമിതമായാൽ ഹാർട്ട് അറ്റാക്ക് വരികയും രോഗി മരണപ്പെടുകയും ചെയ്യും. ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ രോഗികളെല്ലാം മരിക്കുന്ന സമയത്ത് കോമണായി ഒരു നഴ്സ് മാത്രമായിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ടെത്തി. അവരുടെ പേരായിരുന്നു ക്രിസ്റ്റൻ ഗിൽബർട്ട്. അമേരിക്ക മുഴുവൻ ചർച്ചാ വിഷയമായ ദ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്റ്റൻ ഗിൽബർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു 1967 നവംബർ 13 അമേരിക്കയിലെ ഫാൾ റിവർ എന്ന സ്ഥലത്താണ് ക്രിസ്റ്റീൻ ഗിൽബർട്ട് ജനിക്കുന്നത്. ഏക മകളായിരുന്നതുകൊണ്ട് തന്നെ ക്രിസ്റ്റീനെ പേരൻസ് വളരെയധികം ലാളിച്ചാണ് വളർത്തിയത്. അവൾ എന്താവശ്യപ്പെട്ടാലും അത് അവൾക്ക് ഉടനെ ലഭിക്കുമായിരുന്നു. ക്രിസ്റ്റീന്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറും അച്ഛൻ ഇലക്ട്രീഷ്യനുമായിരുന്നു. ടീനേജ് പ്രായത്തിലേക്ക് കടന്നതോടെ അവളുടെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. എല്ലാവരോടും അവൾ സ്ഥിരമായി നുണ പറയുമായിരുന്നു. പേരൻസിനോടും സ്കൂൾ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും നുണ മാത്രമേ അവൾ പറയാറുണ്ടായിരുന്നുള്ളൂ. മിക്ക സമയവും അവൾ പറയുന്നത് നുണയായിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ മുഴുവൻ തന്നിലായിരിക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. 4 ആൾ കൂടുന്ന സ്ഥലത്ത് പോയാൽ അവരെ ആകർഷിക്കുന്നതിനായി ഇത്തരത്തിലുള്ളവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലൊരു ക്യാരക്ടറായിരുന്നു ക്രിസ്റ്റീൻ ഗിൽബർട്ടിന്റെ. അവരെവിടെ പോകുന്നോ അവിടെയുള്ളവരുടെ എല്ലാം ശ്രദ്ധ തന്നിലായിരിക്കണമെന്ന് അവർ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഇതിനുവേണ്ടി അവൾ പലതും ചെയ്തു കൂട്ടി. ഏതറ്റം വരെയും പോവാനും അവൾ തയ്യാറായിരുന്നു. ഇത്തരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയും കെയറും കിട്ടുന്നതിനായി പലതവണ ക്രിസ്റ്റീൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. തന്നെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നതും കെയർ ചെയ്യുന്നതുമെല്ലാം അവൾ വളരെ താല്പര്യത്തോടെയാണ് കണ്ടിരുന്നത്. അറ്റൻഷൻ സീക്കിംഗ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത്. ഈ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ പേരൻസ് അവളെ പലതവണ സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചിരുന്നു. സ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കി ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജിൽ ചേർന്നപ്പോഴും ക്രിസ്റ്റീന്റെ ഈ ഒരു സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും എല്ലാവരും ശ്രദ്ധിക്കാനായി അവൾ പലതും കാണിച്ചു കൂട്ടി. കോളേജിലെ സുഹൃത്തുക്കളോട് അവൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. കുപ്പി ഗ്ലാസിനെ പൊടിയാക്കി ഞാൻ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അവൾ സുഹൃത്തുക്കളോട് വീരവാദം മുഴക്കിയത്. ഇതുപോലെ പല നുണകളും അവൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറയുന്ന പല കാര്യങ്ങളും കേട്ട് പേടിച്ചു പോയ ഫ്രണ്ട്സ് ഒരിക്കൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് ഡോക്ടർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൾ പറയുന്ന പല കാര്യങ്ങളും നുണയായിരുന്നു എന്ന്. 1988 ക്രിസ്റ്റീൻ നഴ്സിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഈ സമയത്ത് തന്നെ ഗ്ലെൻ ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരാളെ ക്രിസ്റ്റീൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ഉടനെ തന്നെ ക്രിസ്റ്റീന് വെറ്ററൻസ് അഫയേഴ്സ് മെഡിക്കൽ സെന്ററിൽ നഴ്സായി ജോലിയും ലഭിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തുന്ന എല്ലാ രോഗികളുമായി ക്രിസ്റ്റീൻ വളരെ പെട്ടെന്ന് അടുപ്പത്തിലാവാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഹയർ ഒഫീഷ്യൽസിനെയും അവൾ കയ്യിലെടുത്തു. ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു തുടങ്ങിയ ക്രിസ്റ്റീൻ ഗിൽബർട്ടിന്റെ ഫാമിലി ലൈഫും സന്തോഷകരമായിരുന്നു. ഗ്ലെൻ ഗിൽബർട്ടിനും ക്രിസ്റ്റീനും 2 കുട്ടികൾ ജനിച്ചു. അവളുടെ ഫാമിലി ലൈഫും ഹോസ്പിറ്റലിലെ ജോലിയുമെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റീന് സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടി വരാൻ തുടങ്ങി. തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി കിട്ടിയ സമയത്ത് ക്രിസ്റ്റീൻ ആ ഹോസ്പിറ്റലിലെ ഒരാളെ പരിചയപ്പെടുന്നു, ജെയിംസ്. ആ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു ജെയിംസ്. അയാളോടുള്ള ക്രിസ്റ്റീന്റെ പരിചയം പതുക്കെ പ്രണയത്തിലേക്ക് വഴിമാറി. ഇതോടെയാണ് അവളുടെ ജീവിതം നശിക്കാൻ തുടങ്ങിയത്. ജെയിംസിനെ കാണാൻ വേണ്ടി ക്രിസ്റ്റീൻ നൈറ്റ് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. സ്വാഭാവികമായും ഇവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഈ സമയത്താണ് ആ ഹോസ്പിറ്റലിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ ആരംഭിക്കുന്നത്. ഒരു ഏകദേശ കണക്ക് പ്രകാരം 1996 വരെ 350ഓളം പേരാണ് ഹൃദയാഘാതം മൂലം ഈ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടത്. ക്രിസ്റ്റീൻ ഗിൽബർട്ട് ഡ്യൂട്ടിയിലുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ നടന്നിരുന്നത്. പക്ഷേ ഹോസ്പിറ്റൽ അധികൃതർ ഇതൊന്നും കാര്യമാക്കിയെടുത്തിരുന്നില്ല. പക്ഷെ ജെയിംസ് ഒരു ദിവസം ക്രിസ്റ്റീനോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു. നീ ഡ്യൂട്ടിയിലുള്ളപ്പോൾ മാത്രമാണ് ഹൃദയാഘാതം മൂലം പല രോഗികളും മരിക്കുന്നത്. യഥാർത്ഥത്തിൽ നീ എന്താണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ജെയിംസ് അവളോട് ചോദിച്ചിരുന്നു. ജെയിംസുമായുള്ള അടുപ്പം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നതോടെ ഗ്ലെൻ ഗിൽബർട്ടിനെ ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ക്രിസ്റ്റീൻ ചിന്തിച്ചു തുടങ്ങി. ഗ്ലെൻ ഗിൽബർട്ടിന് ഡിവോഴ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന്റെ ആ നീക്കം പൊളിഞ്ഞു.
ജെയിംസുമായുള്ള ബന്ധമൊന്നും ക്രിസ്റ്റീൻ വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഡിവോഴ്സിനുള്ള വ്യക്തമായ കാരണം പറയാൻ ക്രിസ്റ്റീന് കഴിയുന്നില്ല. ഇതോടെ ഗ്ലെൻ ഗിൽബർട്ടിനെ കൊല്ലുന്നതിനെ കുറിച്ച് ക്രിസ്റ്റീൻ ചിന്തിച്ചു തുടങ്ങി. സാധാരണയായി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തിയൊന്നുമായിരുന്നില്ല ക്രിസ്റ്റീൻ. പക്ഷേ അവൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി. അതിൽ കുറേശ്ശെ ഡ്രഗ് കലർത്തി ഗ്ലെന്നിന് കൊടുക്കാനായിരുന്നു അവളുടെ പ്ലാൻ. അത് അവൾ നടപ്പാക്കുകയും ചെയ്തു. പതുക്കെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയ ഗ്ലെൻ ഗിൽബർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ഗ്ലെൻ ഗിൽബർട്ടിനെ അഡ്മിറ്റ് ചെയ്തത്. ഈ സമയത്തും ക്രിസ്റ്റീൻ അയാളുടെ കൂടെ ഹോസ്പിറ്റലിൽ സഹായത്തിനുണ്ട്. ഡോക്ടർമാർ പരിശോധിച്ച സമയത്ത് കാര്യമായൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഡീഹൈഡ്രേഷൻ മൂലമുള്ള പ്രശ്നങ്ങളാണെന്നും 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും ഡോക്ടർമാർ പറയുന്നു. ഇതിനിടയിൽ ക്രിസ്റ്റീൻ ഡോക്ടേഴ്സിനോട് ഒരു കാര്യം പറയുന്നു. ഞാനും ഒരു നഴ്സായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. വെറ്ററൻസ് അഫയേഴ്സ് മെഡിക്കൽ സെന്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആർമി പേഴ്സൺസിന് മാത്രമേ അവിടെ ചികിത്സ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകാതിരുന്നത്. പക്ഷേ അത്യാവശ്യം ചില ടെസ്റ്റുകളെല്ലാം എനിക്കവിടെ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് എടുക്കാൻ എന്നെ സമ്മതിക്കണമെന്ന് ക്രിസ്റ്റീൻ അവിടെയുള്ള ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നു. അവളൊരു നഴ്സായതുകൊണ്ട് തന്നെ ഡോക്ടർമാരും അതിന് സമ്മതിക്കുന്നു. ക്രിസ്റ്റീൻ ഗ്ലെന്നിന്റെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുക്കുന്ന സമയത്ത് എന്തോ ഒരു ഫ്ലൂയിഡ് അയാളുടെ ദേഹത്ത് കുത്തിവെച്ചു. പെട്ടെന്ന് തന്നെ ഗ്ലെന്നിന് കാര്യം മനസ്സിലായി. ബ്ലഡ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് നീ കുത്തിവെച്ചത് എന്ന് അയാൾ പല പ്രാവശ്യം അവളോട് ചോദിച്ചു. അസുഖം മാറാനുള്ള ഒരു മെഡിസിനാണ് എന്ന് മാത്രമായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഗ്ലെന്നിന് ക്രിസ്റ്റീനെ തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല. അയാൾ ചിന്തിച്ചതുപോലെ തന്നെ നടന്നു. ഇഞ്ചക്ഷൻ അടിച്ച് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അയാളുടെ കൈ തണുത്ത് മരവിക്കാൻ തുടങ്ങി. അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതോടെ ഗ്ലെൻ ഗിൽബർട്ടിന് ക്രിസ്റ്റീന്റെ മേൽ സംശയം കൂടി വന്നു. ഇനി ഒരു ബ്ലഡും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ക്രിസ്റ്റീനെ തന്നിൽ നിന്നും അയാൾ അകറ്റി നിർത്താൻ തുടങ്ങി. അസുഖമെല്ലാം മാറി ഗ്ലെൻ വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ക്രിസ്റ്റീന്റെ മേലുള്ള സംശയം അയാൾക്ക് മാറിയിരുന്നില്ല. ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്തത് കാരണം തന്നെ അപായപ്പെടുത്താൻ അവൾ ശ്രമിക്കുകയാണ് എന്ന് ഗ്ലെൻ ചിന്തിച്ചു തുടങ്ങി. ഇതോടെ ഗ്ലെൻ ഗിൽബർട്ട് ഡിവോഴ്സിന് സമ്മതിക്കുകയും ഇരുവരും ഡിവോഴ്സ് ആവുകയും ചെയ്തു. ക്രിസ്റ്റീന്റെ 2 കുട്ടികളെയും ഗ്ലെൻ ഗിൽബർട്ടാണ് ഏറ്റെടുത്തത്. ഇതോടെ ക്രിസ്റ്റീൻ ജെയിംസിന്റെ കൂടെ താമസം ആരംഭിച്ചു. ഈ സമയത്തും അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ മരണപ്പെടുന്ന പേഷ്യൻസിനെ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ യാതൊരു ടെൻഷനും കൂടാതെ ക്രിസ്റ്റീൻ പൂർത്തിയാക്കി വന്നു. ക്രിസ്റ്റീൻ ഗിൽബർട്ട് എന്നൊരു നഴ്സ് ഡ്യൂട്ടിയിലുള്ളപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ മരണങ്ങൾ നടക്കുന്നത് എന്ന് എല്ലാവരും പതുക്കെ അറിഞ്ഞു തുടങ്ങി. ഈ സമയത്ത് ജെയിംസ് എന്നൊരു ആർമിമാൻ ട്രീറ്റ്മെന്റിനായി ആ ഹോസ്പിറ്റലിൽ എത്തി. പക്ഷേ അയാൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ക്രിസ്റ്റീൻ ഗിൽബർട്ട് എന്ന നഴ്സിനെ തന്റെ കാര്യങ്ങൾ നോക്കാനായി നിയോഗിക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്നെ ചികിത്സിച്ചാൽ മതിയെന്നും അയാൾ പറയുന്നു. എല്ലാം ഓക്കെ പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ചെയ്തതെങ്കിലും ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ജെയിംസിന് അത്യാവശ്യമായി ഒരു മരുന്ന് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അവിടെ ഡ്യൂട്ടിയിൽ മറ്റ് നഴ്സുമാരും ഉണ്ടായിരുന്നില്ല. രാത്രി ക്രിസ്റ്റീൻ മാത്രമായിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. നിർബന്ധമായും കൊടുക്കേണ്ട മരുന്നായതുകൊണ്ട് തന്നെ ക്രിസ്റ്റീനെ ഏൽപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. അതുപ്രകാരം ക്രിസ്റ്റീൻ മരുന്നുമായി ജെയിംസിന്റെ അടുത്തെത്തി. ജെയിംസിനാണെങ്കിൽ ക്രിസ്റ്റീൻ ഗിൽബർട്ട് ആരാണെന്നറിയില്ല. ജെയിംസിന് കൊടുക്കേണ്ട മരുന്നുകളെല്ലാം കൊടുത്തതിന് ശേഷം ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞ് ക്രിസ്റ്റീൻ അയാൾക്ക് ഒരു ഇഞ്ചക്ഷനും നൽകി. ഇഞ്ചക്ഷൻ നൽകി കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ജെയിംസ് മരണപ്പെട്ടു. പക്ഷെ ക്രിസ്റ്റീൻ അയാൾക്ക് ഇഞ്ചക്ഷൻ നൽകിയ കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിലെ ആർക്കും അറിയില്ല. ക്രിസ്റ്റീൻ ഗിൽബർട്ട് ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഒരു മരണം കൂടി നടന്നതോടെ ഹോസ്പിറ്റൽ ജീവനക്കാരും മറ്റ് നഴ്സുമാരും എല്ലാം ക്രിസ്റ്റീനെ നേരെ തിരിയാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകൾ ഒരു കാര്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കുന്നത്. മെഡിസിൻ സ്റ്റോക്കിൽ നിന്നും എപ്പിനെഫ്രിൻ എന്ന മരുന്ന് മാത്രം നിരന്തരമായി കാണാതാവുന്നു എന്നാണ് അവർ മാനേജ്മെന്റിനെ അറിയിച്ചത്. എപ്പിനെഫ്രിൻ അളവിലധികം നമ്മുടെ ശരീരത്ത് കടന്നാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനോടകം തന്നെ പോലീസിന് ഈ വിവരം ലഭിക്കുകയും തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലീസ് ഹോസ്പിറ്റലിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അടുത്തിടെ മരണപ്പെട്ട പലരുടെയും ശരീരത്തിൽ നിന്നും എപ്പിനെഫ്രിന്റെ അമിതമായ അളവ് കണ്ടെത്താൻ തുടങ്ങിയത്. പോലീസ് ഹോസ്പിറ്റലിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിസപ്ഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട് എന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത്. ഉടനെ അലേർട്ടായ പോലീസ് സംഘം ആ ഫോൺ വന്ന ഉറവിടം പരിശോധിക്കുന്നു. ഹോസ്പിറ്റലിന്റെ വളരെ അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നുമാണ് ആ കോൾ വന്നിട്ടുള്ളത്. പോലീസിന്റെ തുടർ പരിശോധനയിൽ ആ കോൾ വിളിച്ചതും ക്രിസ്റ്റീൻ ഗിൽബർട്ടാണെന്ന് കണ്ടെത്തി. താൻ പിടിക്കപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സമയത്ത് ക്രിസ്റ്റീൻ ആ ഹോസ്പിറ്റലിൽ നിന്നും റിസൈൻ ചെയ്യുന്നു. നിലവിൽ ക്രിസ്റ്റീനെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകളൊന്നും പോലീസ് കളക്ട് ചെയ്യാതിരുന്നതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഹോസ്പിറ്റലിൽ നിന്നും ക്രിസ്റ്റീൻ നേരെ പോയത് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കായിരുന്നു. തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും തന്നെ ചികിത്സിക്കണമെന്നും അവൾ ആ സൈക്യാട്രിസ്റ്റിനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഒരു ദിവസം ക്രിസ്റ്റീൻ അവളുടെ നിലവിലെ കാമുകനായ ജെയിംസിനോട് ഒരു കാര്യം പറഞ്ഞു. ഈ മരണങ്ങളുടെ എല്ലാം പിന്നിൽ ഞാനാണ് എന്നാണ് ഈ ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും വിശ്വസിക്കുന്നത്. ജെയിംസ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ക്രിസ്റ്റീൻ അയാളോട് ചോദിക്കുന്നു. ജെയിംസ് എനിക്കത് അറിയില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ഇരുവരും തമ്മിൽ വളരെ നേരം സംസാരിച്ചതിനിടയിൽ ക്രിസ്റ്റീൻ ഒരു കാര്യം ജെയിംസിനോട് തുറന്നു പറയുന്നു. ഈ ഹോസ്പിറ്റലിൽ ഹൃദയാഘാതം മൂലം നടന്ന മരണങ്ങളുടെ എല്ലാം പിന്നിൽ ഞാൻ തന്നെയാണ്. ഇത് കേട്ട ജെയിംസ് ആകെ ഭയന്നു. അയാൾ പോലീസിൽ വിളിച്ച് ക്രിസ്റ്റീൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു.
ജെയിംസിനോട് ക്രിസ്റ്റീൻ ഈ കുറ്റങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ആദ്യമെല്ലാം ക്രിസ്റ്റീൻ ഇത് നിഷേധിച്ചെങ്കിലും പിന്നീട് ഈ കൊലപാതകങ്ങളെല്ലാം താൻ തന്നെയാണ് ചെയ്തത് എന്ന് സമ്മതിക്കുന്നു. 350ഓളം പേരാണ് ഹാർട്ട് അറ്റാക്ക് മൂലം ആ ഹോസ്പിറ്റലിൽ മരിച്ചത്. ഇവരെ എല്ലാവരെയും ക്രിസ്റ്റീനാണ് കൊന്നത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചിലരുടെ കാര്യത്തിൽ അത് ഉറപ്പിച്ച് പറയാം. കുറ്റം സമ്മതിച്ചതുകൊണ്ട് തന്നെ ക്രിസ്റ്റീൻ ഗിൽബർട്ടിന്റെ കേസ് കോടതിയിൽ വിചാരണയ്ക്കായി എത്തി. 350ഓളം പേർ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരെ എല്ലാവരെയും കൊന്നത് ക്രിസ്റ്റീനാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയില്ല. കാരണം അതിനുള്ള തെളിവുകളെല്ലാം നശിച്ചു കഴിഞ്ഞു. അവസാനമായി മരണപ്പെട്ട 4 പേരുടെ കേസ് മാത്രമാണ് നിലവിൽ ക്രിസ്റ്റീൻ ഗിൽബർട്ടിന്റെ മേൽ ചാർജ് ചെയ്തിട്ടുള്ളത്. വിചാരണ സമയത്ത് ക്രിസ്റ്റീന് വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് എല്ലാവരും വാദിച്ചത്. എന്നാൽ 4 പേരെ കൊന്ന കേസ് മാത്രമേ കോടതിയിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ 4 ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് കോടതി വിധിച്ചത്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം, എന്തായിരിക്കണം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മോട്ടീവ്? ഒരാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുമ്പോൾ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തന്റെ പ്രവൃത്തികൾ എല്ലാവരും വാച്ച് ചെയ്യും. എത്ര ഭംഗിയായിട്ടാണ് ഞാൻ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് എല്ലാവരും നോക്കിക്കാണണം. ഒരു മരണം നടന്നിട്ടും തെല്ലു ഭയമില്ലാതെ അതിന്റെ തുടർ നടപടികൾ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും തന്നെ അഭിനന്ദിക്കണം. ഇതെല്ലാമായിരുന്നു ക്രിസ്റ്റീൻ ഗിൽബർട്ടിന്റെ മനസ്സിലൂടെ കടന്നുപോയിരുന്നത്. അതിനുവേണ്ടി അവൾ ചെയ്തു കൂട്ടിയതിനെ ആലോചിച്ച് അവൾക്ക് ഒരു കുറ്റബോധം പോലും ഉണ്ടായിരുന്നില്ല. ജെയിംസുമായുള്ള അടുപ്പമാണ് സംഗതി കൂടുതൽ വഷളാക്കിയത്. ജെയിംസിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രം അവൾ ചെയ്ത കൊലപാതകങ്ങൾക്ക് കണക്കില്ല. അറ്റൻഷൻ സീക്കിംഗ് എന്ന ഈ അവസ്ഥയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇത്രയും കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടും അതും ഒരു ആർമി ഹോസ്പിറ്റൽ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് അവിടെയുള്ള ഡോക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ ഇത് വന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റിൽ എഴുതൂ. പുതിയൊരു കേസുമായി അടുത്ത വീഡിയോയിൽ കാണാം.